അവശ്യസാധനങ്ങളുമായി ഗസയിലേക്ക് തിരിച്ച ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടില കപ്പൽ വ്യൂഹം ഗസയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ സേന തടയും എന്ന് പ്രഖ്യാപിച്ച പ്രദേശത്തിനടുത്തേക്കാണ് ഇപ്പോൾ കപ്പൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. കപ്പൽ വ്യൂഹത്തെ ആക്രമിക്കാനും അതിലെ പ്രവർത്തകരെ തടവിലാക്കാനും ഇസ്രായേൽ സേന തയ്യാറെടുക്കുകയാണ്. അതിനിടെ ഗസ യുദ്ധവിരാമം ലക്ഷ്യമിട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൈമാറിയ 20 ദിന പദ്ധതി സംബന്ധിച്ച് ഹമാസ് നേതാക്കൾക്കിടയിൽ ചർച്ച പുരോഗമിക്കുന്നു. ഒരിക്കൽ കൂടി BK സുഹൈലിലേക്കാണ്. സുഹൈൽ, അങ്ങനെ ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടില അത് ഗസയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ആശങ്കയുണ്ട്. കാരണം അതിന് നേരത്തെ തന്നെ വ്യോമാക്രമണം അടക്കം ഉണ്ടായിരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇത് തടയുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതിലെ ആളുകളെ തടവിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ വലിയൊരു ആശങ്ക അത് അന്താരാഷ്ട്ര സമൂഹത്തിൽ തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ എത്ര തന്നെ തിരിച്ചടി ഉണ്ടായാലും അത് പിന്മാറാതെ വന്ന ആളുകളാണ് അതിനകത്തുള്ളത്. സ്വാഭാവികമായിട്ടും ആശങ്കയുടെ മണിക്കൂറുകളാണ് ഇനി അവരെ കാത്തിരിക്കുന്നത്. തീർച്ചയായും ഫ്രീഡം ഫ്ലോട്ടില, സുമൂദ് ഫ്രീഡം ഫ്ലോട്ടില എന്ന പേരിൽ ആഗോള സഖ്യമായി ഒരു കപ്പൽ വ്യൂഹമായി ഗസയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡേറ്റ തുമ്പർക്കടക്കമുള്ള പ്രമുഖരായ ആളുകൾ ലോകത്ത് തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ചും യൂറോപ്പിൽ നിന്നുള്ള ആളുകളാണ് ഗസയിലേക്ക് അവശ്യ വസ്തുക്കളുമായി, ഭക്ഷണവും അതേപോലെ തന്നെ വസ്ത്രങ്ങളും അവശ്യ സഹായങ്ങളുമായി ഗസയിലേക്ക് യാത്ര തിരിച്ചത്. ഏകദേശം 3000-ഓളം മൈലുകൾ സഞ്ചരിച്ചുകൊണ്ടാണ് അവരിപ്പോൾ ഗസയുടെ തീരത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 160 മൈൽ മാത്രമാണ് ഈ ഗസ തീരത്തേക്ക് അവർക്ക് ഇനി യാത്ര ചെയ്യാനുള്ളത്. പക്ഷേ ആ മേഖലയിൽ വെച്ചുകൊണ്ട് ഒരു ക്രിട്ടിക്കൽ സോൺ എന്ന് ഇസ്രായേൽ പറയുന്ന ആ മേഖലയിലേക്ക് അവർ എത്തുകയാണ്. അതെത്തുന്നതോടുകൂടി വലിയ ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇസ്രായേൽ സേന പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങളെല്ലാം പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഇത് നൽകുന്നുണ്ട്. ഇന്നത്തെ ദിവസം ആ 50ഓളം വരുന്ന കപ്പൽ വ്യൂഹം, അതേപോലെ തന്നെ അതിൽ ഉള്ള 500-ലധികം വരുന്ന സന്നദ്ധ പ്രവർത്തകർ, ഇവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യുമെന്നും തടവിലാക്കുമെന്നും അവരെ അഷ്തോദ് തുറമുഖത്തേക്ക് മാറ്റുമെന്നും കൊണ്ടുപോകുമെന്നുമാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത്. വലിയ സൈനിക വ്യൂഹം തന്നെ അങ്ങോട്ട് ഇപ്പോൾ പോയിട്ടുണ്ട്. ഇസ്രായേലിന്റെ സൈനികരും നാവികസേനയും അതേപോലെ തന്നെ പോലീസും അടക്കമുള്ള വലിയ സന്നാഹം ഈ കപ്പൽ വ്യൂഹത്തെ തടയാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സന്നദ്ധ പ്രവർത്തകർ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലുമാണ്. ലോകം മുഴുവൻ ഈ ഒരു ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടിലയുടെ ഓരോ നീക്കവും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യൂറോപ്പിലുള്ള ആളുകൾ, അമേരിക്കയിലുള്ള ആളുകൾ, ലോകത്താകെയുള്ള ആളുകൾ ഗസയ്ക്ക് വേണ്ടി ഈ ഫ്രീഡം ഫ്ലോട്ടില സഖ്യത്തിന്റെ ഓരോ നിമിഷത്തെയും ഒപ്പിയെടുക്കുകയായിരുന്നു. ഇപ്പോഴേതായിരുന്നാലും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് സുമൂദ് ഫ്ലോട്ടിലയിൽ നിന്നുള്ള പല പ്രവർത്തകരും, സന്നദ്ധ പ്രവർത്തകരും ലോകത്തെ അറിയിക്കുന്നത് പല ഡ്രോൺ ആക്രമണങ്ങളും പല ബോട്ടുകൾക്കും നേരെ ഇപ്പോൾ ഉണ്ടായി എന്നുള്ളതാണ്. അത് ആദ്യത്തെ ഒരു സൂചനയാണ്. ആദ്യഘട്ടത്തിൽ ഈ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്താറുള്ളത്. അതിനുശേഷമാണ് നേരിട്ട് ഈ കപ്പലിലേക്ക് കടന്നുകൊണ്ട് ഇതിനെ നേരിടുക എന്നുള്ളത്. സാധാരണ 1-2 കപ്പലുകൾ മാത്രമാണ്, അല്ലെങ്കിൽ ബോട്ടുകൾ മാത്രമാണ് ഈ ഫ്രീഡം ഫ്ലോട്ടിലയുടെ ഭാഗമായി ഗസയിലേക്ക് വരാറുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ 50ഓളം കപ്പലുകളുണ്ട് എന്നുള്ളതാണ്. ആദ്യത്തേത് പോലെ വളരെ പെട്ടെന്ന് ഇസ്രായേലി സേനയ്ക്ക് ഇതിനെ പിടിച്ചെടുക്കാനും അതേപോലെ അറസ്റ്റ് ചെയ്യാനും സാധിക്കില്ല. കുറേയേറെ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. നേരത്തെ ഇതിന്റെ കൂടെ, ഈ കപ്പൽ വ്യൂഹത്തോടു കൂടെ ഇറ്റലിയുടെ ഒരു കപ്പൽ അകമ്പടി സേവിച്ച് വന്നിരുന്നു. പക്ഷേ ഇറ്റലി അടക്കം ഇതിൽ നിന്ന് പിന്മാറി. അപ്പോൾ ഒരു രാഷ്ട്രത്തിന്റെയും പിന്തുണയില്ലാതെ, എന്നാൽ ലോകത്തുള്ള മുഴുവൻ ജനസമൂഹത്തിന്റെയും ലോക മനസാക്ഷിയുടെയും ഒരു പ്രതീകമായിട്ടാണ് ഈ ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടില യാത്ര തിരിക്കുന്നത്. അതിൽ പ്രമുഖരായിട്ടുള്ള പല ആളുകളുണ്ട്, നടന്മാരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, അതേപോലെ തന്നെ സേവകരുണ്ട്. എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു സഖ്യം മുന്നോട്ട് പോവുകയാണ്. ലോകം ഉറ്റുനോക്കുകയാണ് ഇസ്രായേൽ എന്താണ് ഈ ഒരു കപ്പൽ പടയോട് ചെയ്യാനിരിക്കുന്നത്. ഇത് നമുക്കറിയാം, സാധാരണക്കാരായ ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു കപ്പൽ പടയാണ്. ആ കപ്പൽ പട എന്താണ് ഇസ്രായേൽ ചെയ്യാൻ പോകുന്നത് എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം മുഴുവൻ. ശരി, BK സുഹൈലാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.